1857 വിപ്ലവത്തിനുപുറം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിടപ്പെടുകയും ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തല്ലോ. ആ സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് കാനിങ് അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയായി മാറുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിൽ നിന്നും നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിലേക്കുള്ള മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ലോർഡ് കാനിങ് ആയിരുന്നു എന്നത് തന്നെ. ഇത്തരത്തിൽ ആടി ഉലഞ്ഞു നിന്നിരുന്ന ഇന്ത്യൻ ഭരണത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും ഇന്ത്യൻ ജനതയുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനുമായുള്ള ഈ കാലത്ത് പല പുതിയ നിയമങ്ങളും ബ്രിട്ടൻ ഇന്ത്യയിൽ കൊണ്ടുവരികയുണ്ടായി. അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ലോർഡ് കാനിങ്ങുമായിരുന്നു. വൈസ്രോയി ആവുന്നതിന് മുന്നേ തന്നെ ഗവർണർ ജനറൽ എന്ന നിലയിൽ 1857 മദ്രാസ്, ബോംബെ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യക്കും ഇന്ത്യൻ ജനതയുടെയും പുരോഗതിക്കായുള്ള നയങ്ങളാണ് താൻ പിന്തുടരുന്നതെന്ന് കാനിങ് പ്രഭു പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഇതേ രീതിയിലുള്ള സമീപനം തന്നെയാണ് 1857 ലോർഡ് കാനിങ് ഇവിടെ സ്വീകരിച്ചത്. എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തെ രാഷ്ട്രീയപരമായും സൈനികപരമായും ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനാവശ്യമായ നടപടികളും കാനിങ് പ്രഭുവിന് അവിടെ സ്വീകരിക്കേണ്ടി വന്നു. പല നിയമങ്ങൾ നിറഞ്ഞ അവയെ ഇവിടെ വിശദമാക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കുറിച്ച് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞുവല്ലോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നത് പൊതുവെ ഇന്ത്യൻ ജനതയെ തണുപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ദത്താപഹാര നിയമം പോലുള്ളവ നിർത്തലാക്കിയും നാട്ടുരാജ്യങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങൾ നൽകിയുമൊക്കെ ബ്രിട്ടൻ ഇന്ത്യൻ വികാരത്തെ തണുപ്പിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനിയില്ലെന്നും ബ്രിട്ടീഷ് ക്രൗണിന് കീഴിൽ പുതിയൊരു ഇന്ത്യ ഉണ്ടാവുമെന്ന പ്രതീതി അവരങ്ങനെ സൃഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ പല പുതിയ നിയമങ്ങളും ഈ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ അവതരിപ്പിച്ചു. കാനിങ് പ്രഭുവിന് നേരിടാനുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഇടം എന്നത് സാമ്പത്തിക മേഖല തന്നെയായിരുന്നു. കാരണം 1857 വിപ്ലവത്തെ അടിച്ചമർത്തുന്നതിനായി ബ്രിട്ടീഷിന് വലിയൊരു തുക ഇവിടെ ചിലവാകുകയും അതിന് പ്രകാരം ബജറ്റ് കമ്മി നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മേഖലയിൽ പല വലിയ നടപടികളും ബ്രിട്ടീഷ് എടുക്കുകയുണ്ടായി. ഇന്ത്യൻ സൈനികരുടെ എണ്ണം കുറഞ്ഞതും ആദായ നികുതി ഉണ്ടായതുമൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങൾ കൂടിയാണ്. ഒപ്പം തന്നെ കാനിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പല മേഖലകളിലായി തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും വ്യാപകമാവുന്നത്. 1860കളോടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പോലെ തന്നെ പുതിയ പല നിയമങ്ങളും ഇന്ത്യയിൽ വരികയുണ്ടായി. ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഇന്ത്യയെ വികസിപ്പിക്കാനുള്ള നയങ്ങളാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതെന്നും അതിനായി ഇന്ത്യൻ പിന്തുണ ആവശ്യമാണെന്നുമുള്ള മിഥ്യാധാരണ ഇവിടെ ബ്രിട്ടീഷുകാർ അങ്ങനെ സൃഷ്ടിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 എന്നത്. 1861 ഓഗസ്റ്റ് 1 ഇത് ഉണ്ടാവുന്നത്. ഇതിനു മുൻപ് കേന്ദ്രം എന്നത് ബംഗാളായിരുന്നല്ലോ. അക്കാലത്ത് നിയമനിർമ്മാണ സഭ എന്നത് ഗവർണർ ജനറൽസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന നിലയിലൊക്കെ ആയിരുന്നു. ഏതായാലും 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടോടെ കൗൺസിൽ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നറിയപ്പെടാൻ തുടങ്ങി. ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നത് ഇന്ത്യൻ ജനതയെയും ബ്രിട്ടീഷ് ഗൗരവത്തോടെ കാണുന്നു എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് കൂടി കാണാവുന്നതാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് അനുസരിച്ച് വൈസ്രോയ്ക്ക് 6 മുതൽ 12 വരെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാമെന്ന വ്യവസ്ഥ വന്നു. ഈ വിഭാഗത്തിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടു. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് എന്ന നിലയിലാണെങ്കിൽ പോലും ഇന്ത്യക്കാരുടെ അഭിപ്രായവും സഭ മാനിക്കുന്നു എന്ന നയം രൂപീകരിക്കുന്നതിന് ഈ വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു. അങ്ങനെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആദ്യമായി ലോർഡ് കാനിങ് നോമിനേറ്റ് ചെയ്തത് 3 ഇന്ത്യക്കാരെയായിരുന്നു. 1862 ഇതുണ്ടായത്. രാജ ഓഫ് ബനാറസ്, പട്യാലയുടെ മഹാരാജാവ് ദിൻകർ റാവു എന്നിവരായിരുന്നു അത്. സ്വാഭാവികമായും ബ്രിട്ടീഷിനോട് അനുകൂല നിലപാടുണ്ടായിരുന്നവർ കൂടിയായിരുന്നു ഇവർ. ഏതായാലും തുടർന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭയ്ക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം കൗൺസിലുകൾ രൂപം കൊള്ളുകയുണ്ടായി. 1859 സിവിൽ പ്രൊസീജിയർ കോഡും 1860 പുതിയ ക്രിമിനൽ ശിക്ഷാ നിയമവും അഥവാ ഇന്ത്യൻ പീനൽ കോഡും നടപ്പിലാക്കുകയുണ്ടായി. എങ്കിലും അത് നടപ്പിലാക്കിയത് 1862 മാത്രമാണ്. 1857 വിപ്ലവത്തിനുപുറം ഇന്ത്യയെ അടിമുടി മാറ്റുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത്. ഇന്ത്യൻ പീനൽ കോഡ് അന്നത്തെ നാട്ടുരാജ്യങ്ങളിൽ ബാധകമായിരുന്നില്ല. കാരണം ആ കാലത്ത് നാട്ടുരാജ്യങ്ങൾക്കായി അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ. ബ്രിട്ടീഷിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ പീനൽ കോഡ് അങ്ങനെ നടപ്പിലാവുകയാണ് ഉണ്ടായത്. 1861 തന്നെ പോലീസ് ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ത്യൻ പോലീസ് ആക്ടും കൊണ്ടുവന്നു. അപ്രകാരം പോലീസ് സേനയെ സംഘടനാപരമായ ഒരു ചട്ടക്കൂടിനുള്ളിലാക്കുകയുണ്ടായി. ഒപ്പം നീതിന്യായ മേഖലയിൽ 1861 തന്നെ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം ഓരോ സംസ്ഥാനത്തും ഓരോ ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടു. മറ്റു കോടതികളെല്ലാം തന്നെ ഇവയുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ഒരു നീതിന്യായ വകുപ്പ് തന്നെ അങ്ങനെ രൂപം കൊണ്ടു. ഇത് മതത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു നിയമ സംവിധാനത്തിന് തുടക്കമിടുന്നതിന് കാരണമാവുകയും ചെയ്തു എന്ന് പറയാം. ലോർഡ് കാനിങ്ങിൻ്റെ കാലത്തുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നത്.
ഇതുണ്ടാവുന്നതും 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം തന്നെ ആയിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലും. ഇന്ത്യൻ മേഖലകളിലെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുക എന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യമായി അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ കാലത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യം തുടങ്ങി ഇന്ത്യയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിലൂടെ അവർക്ക് ഓരോ മേഖലയിലുമുള്ള ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയും ഇന്ത്യയിലെ ഭരണം അതിന് പ്രകാരം കെട്ടുറപ്പോടെ നടത്തുവാൻ പറ്റും എന്നതുമാണ്. അപ്രകാരം ആ കാല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ പല ചരിത്രവും നമുക്ക് ലഭ്യമായതെന്നുകൂടി നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2 ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിച്ചെന്ന് പറയാം. ഒന്ന്, ഇന്ത്യയുടെ ചരിത്രത്തെ വലിയ തോതിൽ സംരക്ഷിക്കുന്നതിന് കാരണമായി. ഒപ്പം തന്നെ ഇന്ത്യൻ മേഖലകളിലെ ബ്രിട്ടീഷ് ഭരണത്തിന് കെട്ടുറപ്പ് നൽകാൻ വേണ്ട സഹായങ്ങളും അവർ ചെയ്തു എന്നത് തന്നെ. ഇന്ത്യൻ സൈന്യത്തെ പല രീതിയിൽ വിഭജിച്ചതും സൈന്യത്തെ ബ്രിട്ടീഷിന് അനുകൂലമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തതിനുമൊക്കെ നടപടികൾ എടുത്തതും കാനിങ് പ്രഭു ആയിരുന്നു എന്നുകൂടി പറയാം. ഈ സമയം മറ്റൊരു വിപ്ലവം കൂടി ബംഗാളിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ഇൻഡിഗോ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. ഈ സമയം സമരം കർഷകരുടെ വിജയം കൂടിയായി മാറുകയും ചെയ്തു. ഇവിടെയെല്ലാം തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കുള്ള മാറ്റങ്ങളെ കൂടി നമുക്ക് കണ്ടെത്താവുന്നതാണ്. തീർന്നില്ല. ബംഗാളിലെ കർഷകർക്ക് ആശ്വാസം നൽകുന്നതിനായി ബംഗാൾ കുടിയായ്മ നിയമം 1859 പാസാക്കുകയുണ്ടായി. ഇത് 12 വർഷമായി ഭൂമി കൈവശം വയ്ക്കുന്നവർക്ക് ആ ഭൂമി തുടർന്നും ഉപയോഗിക്കാനുള്ള അവകാശം നൽകുകയുണ്ടായി. ഇതും ലോർഡ് കാനിങ്ങിൻ്റെ കാലത്ത് തന്നെ നടന്ന സംഭവങ്ങളിൽ ഒന്നാണ്. സ്വാഭാവികമായും ഇത്തരം നടപടികൾ പിൽക്കാലത്ത് ഇന്ത്യയുടെ മറ്റ് മേഖലകളിലേക്കും ഇത്തരം നടപടികൾ വ്യാപകമാവുന്നതിനും കാരണമായി മാറി. ഇത്തരത്തിൽ നിയമമേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും സാമൂഹികമായ നടപടികളിലായാലും പൊതു സംവിധാനങ്ങളാണെങ്കിലും എല്ലാം തന്നെ 1857 ബ്രിട്ടൻ കൃത്യമായ പദ്ധതിയോടെ ഒരു റീ എഞ്ചിനീയറിംഗ് തന്നെ നടത്തിയെന്ന് പറയാം. അതിലൂടെ ഇന്ത്യൻ ജനതയുടെ വികാരത്തെ തണുപ്പിക്കുന്നതിനും ഇന്ത്യ മോഡേൺ പാതയിലേക്ക് മുന്നേറുമെന്ന പ്രതീതിയും ബ്രിട്ടൻ ഇവിടെ സൃഷ്ടിക്കുക തന്നെ ചെയ്തു. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ പാതയിൽ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ട നേതൃത്വം കൊടുക്കുകയും ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയായി മാറുകയും ചെയ്ത വ്യക്തിയായി ലോർഡ് വിസ്കൗണ്ട് കാനിങ് മാറുകയും ചെയ്തു. അങ്ങനെ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള പല നിയമങ്ങൾക്കും ചുക്കാൻ പിടിച്ചതിനപ്പുറം 1862 മാർച്ച് 21 ലോർഡ് കാനിങ് ഇന്ത്യയിൽ നിന്നും വിരമിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഇന്ത്യ വന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് രാഷ്ട്രീയവും മറ്റും ഇന്ത്യയുടെ ഭരണ സംവിധാന തലങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരവസ്ഥയുണ്ടായി. അടുത്ത നടപടിയായി ബ്രിട്ടീഷ് കണ്ടത് ഇന്ത്യൻ സമൂഹങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നതാണ്. എവിടെയൊക്കെ വിഭജിക്കണമെന്നും എവിടെയൊക്കെ പ്രാധാന്യം നൽകണമെന്നുമൊക്കെ ബ്രിട്ടൻ അതിന് പ്രകാരം പഠിക്കുകയും ചെയ്തു. ആ ഭാഗം അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്.